മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സൈനിക് സ്കൂളിലെ അന്നപൂർണ പദ്ധതിക്ക് തുടക്കമായി. വിശക്കുന്ന വയറിന് ഒരു പിടി അന്നം എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചാണ് പദ്ധതി. ഒരുപിടി നന്മയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് വിദ്യാധിരാജയിലെ കുട്ടികൾ. വീട്ടിൽ അമ്മ അരി അടുപ്പത്തിടുമ്പോൾ ഒരുപിടി കുഞ്ഞിക്കൈകളാൽ മാറ്റിവെച്ച് ഓരോ മാസവും അത് സ്കൂളിലെത്തിക്കും. ഇങ്ങനെ ശേഖരിക്കുന്ന അരി രോഗികൾ, മക്കൾ ഉപേക്ഷിച്ച വൃദ്ധരായ മാതാപിതാക്കൾ, അനാഥർ, ജോലി ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമില്ലാത്തവർ തുടങ്ങിയവർക്കായി മാസം തോറും വിതരണം ചെയ്യും. ഇതാണ് സ്കൂളിലെ അന്നപൂർണ പദ്ധതി. മിഥുനം 1-ാം തീയതി ശേഖരിക്കാൻ തുടങ്ങിയ അരിയാണ് ഒരു മാസം പൂർത്തിയായപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ എത്തിച്ചത്. ഇപ്പോൾ അവരുടെ വീടുകളിൽ രാവിലെ അമ്മ ആഹാരത്തിന് വേണ്ടി അരി അടുപ്പിലിടുമ്പോൾ അതിൽ നിന്ന് കുഞ്ഞുകരങ്ങളാൽ ഒരു പിടി അരി മാറ്റിവെക്കുകയും ആ അരി ഒരു മാസം ശേഖരിച്ചതിന് ശേഷം സ്കൂളിൽ എത്തിക്കുകയും അങ്ങനെ എല്ലാ മാസവും ശേഖരിക്കുന്ന അരി സ്കൂളിൽ നിന്ന് സമീപ പ്രദേശത്തുള്ള പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്നവര്, രോഗികളായിട്ടുള്ളവര്, അതുപോലെ തന്നെ മക്കൾ നോക്കാനില്ലാത്ത പ്രായം ചെന്ന അമ്മമാര്, അച്ഛന്മാര്, ഇവർക്കൊക്കെ ഈ അരി വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ നമ്മൾ വിവക്ഷിക്കുന്നത്. അർഹരായവരിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിച്ച് അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അരി വിതരണം. ആദ്യഘട്ടം 200 കുടുംബങ്ങൾക്കാണ് അരി നൽകിയത്. കഴിഞ്ഞ അധ്യയന വർഷം ആരംഭിച്ച സീറോ ഫുഡ് വേസ്റ്റ് എന്ന പദ്ധതിയിലൂടെ സ്കൂളിൽ കൊണ്ടുവരുന്ന ആഹാരം മുഴുവൻ കഴിക്കുവാനും ആഹാര വസ്തുക്കൾ ഒട്ടും പാഴാക്കാതിരിക്കാനും കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്നു. അന്നപൂർണ പദ്ധതിയിലൂടെ മാതാപിതാക്കളും പുണ്യകർമ്മത്തിന് പിന്തുണ നൽകുന്നു. ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റി എം.എൻ. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ദക്ഷിണ കേരള പ്രാന്ത പ്രചാരക് സുദർശൻ ജി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബി സന്തോഷ് പദ്ധതി വിശദീകരിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി വി അനിൽകുമാർ, ജനസേവാ സമിതി ചെയർമാൻ CS മോഹൻ, കെ ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 18 മാവേലിക്കര.